എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ടാവും. അതിലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം വേണ്ടി ചെയ്യാം എന്റെ സെഷനിൽ. അതായത് ഇപ്പൊ നിങ്ങളിതിന് കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്യുന്ന മെന്റലി ഫേസ് ചെയ്യുന്ന കാര്യം എന്താണ്? പല ആൾക്കാർ കഴിയോ ഇങ്ങനെയല്ലേ പറയുന്നത്. നിങ്ങൾ എത്ര പേര് കോഴ്സിന് ജോയിൻ ചെയ്തപ്പോ CA കംപ്ലീറ്റ് ചെയ്ത CA പാസ്സായ ആൾക്കാരോട് പിന്നെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വളരെ അപൂർവം ആൾക്കാരാണ്. ഞാൻ ലൈഫിൽ നിങ്ങളോടൊരു പാഠം പറയാം. നിങ്ങൾ ത്രൂ ഔട്ട് യുവർ ലൈഫ് നിങ്ങൾക്ക് അത് ആപ്ലിക്കബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് തൊട്ടിട്ട് പോകുക. ഒന്ന്, നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുത്ത ആൾക്കാരോടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത ആൾക്കാരോട്, ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊന്നുമല്ല. ആരോടാണ് സംസാരിക്കേണ്ടത്? അത് പാസ്സായ ആൾക്കാരോട്. ഇപ്പൊ CA നെ കുറിച്ചിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? CA പാസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് ടൂർ പോകണമെന്നില്ല, ഒരു ഓപ്ഷൻ വന്നു, നിങ്ങൾ ആരോടാ ചോദിക്കുക? ഓസ്ട്രേലിയ കാണാത്ത എന്നോട് നിങ്ങളെ ഒപ്പീനിയൻ ചോദിക്കുക. ഓസ്ട്രേലിയയിൽ പോയ എങ്ങനെയാണ് ഫുഡ്, അവിടെ എങ്ങനെ സ്ഥലങ്ങൾ, എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നത്, നിങ്ങൾ ആരോട് ചോദിക്കാം? അവിടെ പോയി വന്ന ഒരാളോട് ചോദിക്കാം. എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? CA നെ കുറിച്ചിട്ടാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ എന്ത് ചെയ്യണം? CA പാസ്സായവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയാം? അയാളിപ്പോ ഫുള്ള് പഠിച്ചിട്ട് എല്ലാം ഫസ്റ്റ് പാസ്സായിട്ടൊന്നുണ്ടാവില്ല. അയാൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് അറിയോ? എങ്ങനെയൊക്കെ പഠിച്ചാൽ പാസ്സാവുന്ന അയാൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞുതരാൻ പറ്റും. എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തോൽക്കുന്ന അയാൾക്ക് പറഞ്ഞുതരാൻ പറ്റും. കാരണം എന്താണ്? അയാൾ രണ്ടും സംഭവിച്ചിട്ടുണ്ടാവും. ഒക്കെ ഫസ്റ്റ് പാസ്സായ ആൾക്ക് എങ്ങനെ തോൽക്കാന്ന് പറഞ്ഞുതരാൻ കഴിയില്ല. എങ്കിലും 4 CAക്കാരുടെ ചോദിച്ചാൽ ഒരാളെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏതെങ്കിലും ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? തോറ്റിട്ടുണ്ടാവും. ഒന്നര കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇന്റർ അല്ലെങ്കിൽ ഫൈനല്. ഞാൻ ഇന്റർ തോറ്റിട്ടുണ്ട്, ഫൈനൽ തോറ്റിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചപ്പോൾ തോറ്റു എനിക്കറിയാം, അങ്ങനെയൊക്കെ പഠിച്ചപ്പോൾ ജയിച്ചു എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. ഇങ്ങനെ എല്ലാവരോടും ചോദിക്കുക. ഏത് CA പാസ്സാക്കിയോട് ചോദിച്ചാലും അവരൊരിക്കലും CA ടഫാണെന്ന് പറയില്ല. അവരെന്താ പറയാ? നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാൻ പറ്റും. CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന 1-2 അറ്റൻഡ് എഴുതി കിട്ടാത്ത ഒരാളോട് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് എന്താ പോയി ചോദിച്ചു നോക്കാം. എന്താണ് മറുപടി അറിയാം? നിങ്ങൾ പറയും, നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് അയാൾ മറുപടി അറിയാം? ടഫാണെന്ന് പറയും. തോറ്റ ആൾക്ക് എന്താ പറഞ്ഞുതരാൻ അറിയില്ല. എങ്ങനെയൊക്കെയാണ് തോൽക്കാന്ന് പറഞ്ഞുതരാൻ അയാൾക്ക് അറിയില്ല. കാരണം അയാൾ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. അയാൾക്ക് എങ്ങനെയൊക്കെ തോൽക്കാന്ന് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ എങ്ങനെ ജയിക്കാന്നൊക്കെ പറഞ്ഞുതരാൻ പറ്റുമോ? നിങ്ങൾ എവറസ്റ്റ് കൊടുമുടി കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷമായി നമുക്കറിയോ? കോടാനുകോടി വർഷമായിട്ടുണ്ട്. ഏകദേശം അങ്ങനെ എവറസ്റ്റ് കൊടുമുടി ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലെങ്കിലും അൺഐഡന്റിഫൈഡ് ആണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എവറസ്റ്റ് ഉണ്ടായിരുന്നത്. മനുഷ്യന്മാരെ ലോകത്ത് ഉണ്ടായിട്ട് കുറെ കാലമില്ലേ? കോടാനുകോടി വർഷങ്ങളായിട്ടില്ല. എവറസ്റ്റ് ആദ്യമായിട്ട് കയറിയത് എന്താണെന്നറിയോ? 1953 മെയ് 27-നാണ്. 27-29 ഡേറ്റ് ചിലപ്പം അറിയുന്നുണ്ടാവും. 1953 മെയ് 29 or 27, അതായത് ഡേറ്റിനാണ്. അതുവരെ